ഹലോ ഹലോ മോളെ, നീ ഇപ്പോൾ ഓഫീസിലല്ലേ? ഞാനിന്ന് കുറച്ച് നേരം വൈകി എത്തൂട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിരുന്നല്ലേ? മോളെ, ജെയിൻ ജെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ സൗണ്ട് എന്താ വല്ലാതെ? മോളെ മോളെ നീ എന്തിനാ കരയുന്നേ? ചേച്ചി, എനിക്ക് പേടിയാ ചേച്ചി. അയാള് ജെയിൻ ജെയിൻ നീ കാര്യം പറയുക, കരയാതെ. നീ 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 ഇതാരെ പേടിയാന്ന്? എന്താ മോളെ നീ പറയുന്നേ? ചേച്ചി, അയാള് ജെയിൻ ജെയിൻ ഹലോ മോളെ, നീ എന്തോന്ന് പറയാത്തേ? ചേച്ചി, ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്തിനാ കരഞ്ഞേ? ഇല്ല ചേച്ചി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാമല്ലോ. എനിക്ക് ഇവിടുത്തെ ബ്രേക്ക് കഴിഞ്ഞു. എന്നാ മോളെ നോക്കിയാ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താൻ നോക്കാം കേട്ടോ. ശരി ചേച്ചി. ആൻ, എനിക്കെന്തോ നെഗറ്റീവ് ഫീൽ അടിക്കുന്നുണ്ടടി. ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ശരിയാവും. എത്ര നാളായി ഞാനിങ്ങനെ ഓടുന്നത്? ഞാൻ സത്യം പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അടുത്തും എനിക്കിങ്ങനെ. ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾക്ക് ആ ഡേവിഡ് എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഒരു പ്രാവശ്യം അയാളെ കൈമ കിട്ടിയ പിന്നെ അയാൾ പുറലോകം കാണിക്കില്ല എൻ്റെ അച്ഛന്മാരെ. എനിക്കറിയാം. പക്ഷെ നിൻ്റെ അച്ഛന്മാരെല്ലാം എന്നെ കരുവാക്കിയിട്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളെ പിടിക്കാനാണ് നോക്കുന്നത്. നിൻ്റെ ആങ്ങളമാർ കയ്യിലെങ്ങാൻ എന്നെ കിട്ടിയ കൊല്ലാതെ കൊല്ലും അവർ. അത്രയ്ക്ക് പകയുണ്ട് അവർക്ക് എന്നോട്, അയാളുടെ മകളായി പോയതിൽ. നോക്ക്, സത്യം എന്താണെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് നിന്നെ അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാനീ ചെയ്യുന്നതൊക്കെ അച്ഛന്മാർ അറിഞ്ഞാലുണ്ടല്ലോ ആദ്യം കൊല്ലാൻ പോകുന്നത് തന്നെയായിരിക്കും. എപ്പോൾ എവിടെ എനിക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നത്? എല്ലാം കലങ്കി തെളിയടി. പക്ഷെ അതുവരെ നീ ഇവിടെ നിന്ന് മാറി നിൽക്കണം. ഡേവിഡ് ഇവിടെ എത്തിയ കാര്യം ഞങ്ങൾക്കറിയാം. അത് മാത്രമല്ല, അയാൾ നിന്നെ അന്വേഷിച്ചും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അയാൾ നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ ആൾക്കാരെ നിന്നെ കണ്ടെത്താൻ വേണ്ടി നോക്കും. 2 പേരും നിന്നിലേക്ക് എത്തുന്നതിന് മുൻപ് നീ ഇവിടുന്ന് പോകണം. എങ്ങോട്ട്? എന്നാ ഇത് നിൻ്റെ ഫ്രണ്ട്സിലേക്കുള്ള ടിക്കറ്റാ. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ നോക്കിക്കോളെല്ലാം. നീ ഒന്ന് അവിടേക്ക് ചെന്നാൽ മാത്രം മതി. ആ ഡേവിഡിനെ വൈകാതെ പിടിക്കാൻ പറ്റുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുവരെ മാത്രം മതി ഈ ഒരു ഒളിച്ചുകളി. ഞാനെന്നാ പോകുന്നേ? ഇന്നങ്ങോട്ട് 5ാമത്തെ ദിവസം, അതായത് ഇന്നിപ്പോൾ വെള്ളിയല്ലേ, ഈ വരുന്ന ബുധനാഴ്ച നിനക്ക് ടിക്കറ്റ് ഉണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോടി? ഇല്ലല്ലോ, ഒന്നുമില്ല. കള്ളം. എന്നോട് നീ കള്ളം പറയരുത്. എന്താണെന്ന് പറ. ഉച്ചക്ക് ബ്രേക്ക് കഴിഞ്ഞത് മുതൽ നീ ഒന്നും മിണ്ടത്തില്ല. എന്തോ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. എന്താന്ന് എന്നോട് പറ. എടീ, ഒരു പ്രശ്നമുണ്ട് നീ. പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് ചോദിച്ചേ. ഇവാൻ സാറോ? ഇവാൻ സാറിൻ്റെ എന്താ? അതൊന്നും ഇല്ലടേ. നമുക്ക് വേഗം പോവോ? അതിന് നമ്മൾ മാത്രം അങ്ങനെ പോയാൽ മതിയോ? അമാരും കൂടി ഇങ്ങോട്ട് എത്തണ്ടേ? ഞങ്ങള് വന്നടി. ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റിയല്ലേ? 5 മിനിറ്റോ? ഇപ്പൊ വരാന്ന് പറഞ്ഞ കയറി പോയിട്ട് 6 മണിക്കൂറായി. അതിന് 6 മണിക്കൂറിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ 5 മിനിറ്റ് എന്നൊക്കെയല്ലേ പറയാറ്? എന്റെ നാട്ടിലൊക്കെ ഇതിന് 5 മിനിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഊളകളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നത് എനിക്കറിയാം. അതെ, അതൊരു മറ്റൊരു ഉളക്കല്ലേ മനസ്സിലാകൂ.
ഊളെ. ഒരു ഊളത്തെ തന്റെ പുറകിലൂടെ പോന്ന് തിരിഞ്ഞോക്ക്. ഓയ് ഊളെ. എന്താണ് നോറി കാണിക്കുന്നത്? മനസ്സിലായില്ലേ? നീ പറഞ്ഞ ഓളേനെ വിളിച്ചതാടി. എന്താടാ നാറി വിളിച്ചേ? ഞാനല്ല, ഇവളാ പറഞ്ഞേ. ബാക്കിലൂടെ ഒരു ഊള നടന്നു പോകുന്നുണ്ട്, അതാ വിളിച്ചേ. അല്ല ഇവളാ. ഇവളാ 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 തന്നെയാ. ആണേ നിർത്തടാ ഊളകളെ. ചാണ്ടിനെയും കാലവരെ നേരത്തെ സ്റ്റിക്കർ അടിക്കും ഞാൻ. നാണല്ലേ രണ്ടിനും. അതറിയാ. നീ വീട്ടിലേക്ക് വാ. പിന്നെ നീ മറ്റന്നാൾ ഓഫീസിൽ വരുമല്ലോ, അപ്പം തരാടി. ഊളകളെ. നീ കാണുന്നത് എനിക്ക് പണി കിട്ടിയിട്ട് പിന്നെ അപ്പൊ നീ കാണുന്ന എനിക്ക് ചക്കരയുമാണല്ലോ അവൻ തന്നിട്ട് പോയത്. ഇതിങ്ങളുടെ രണ്ടുങ്ങളെ അടി ഇപ്പം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കാണ്ട് പോയാലോ? ഓയ് ഉളകളെ, അടിയൊക്കെ കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ബീച്ചിലോട്ട് വന്നേക്കണേ. ഞങ്ങൾ അവിടെ കാണും. അപ്പൊ എന്നാ ശരി, ബൈ. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടോ? കണ്ടിന്യൂ ചെയ്താ നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിലാക്കും. എന്നാ ബീച്ചിൽ പോ. ഗുഡ് ഐഡിയ. ഓക്കെ, നീ കാറിടുന്നില്ലേ? എന്നാ പിന്നെ മുടിയുന്നോടെ. സോറി. അത് ശരി, ഇതിപ്പോ ഞാൻ ലേറ്റ് ആവുന്ന കരുതിയപ്പോ നീയാണല്ലോ എന്നെ കൂടെ കൂടുതൽ ലേറ്റ് ആയത്. അത് പിന്നെ ഇന്ന് എല്ലാരും കൂടി ചെറുതായി ഒന്ന് കറങ്ങാൻ പോയി, അതാ ലേറ്റ് ആയി. അപ്പൊ മിയ അവളുടെ വീട്ടിൽ പോയി. ഞാൻ വിചാരിച്ചു അവളും നിന്റെ കൂടെ കാണുന്നു. സാധാരണ അതാണല്ലോ പതിവ്, നിന്നെ ഇവിടെ ആക്കിയിട്ടല്ലേ അവള് പോകും. ഇന്ന് കുറെ നേരം വൈകില്ലേ, അതുകൊണ്ട് ഞാനാ പറഞ്ഞ ഞാൻ ഒറ്റക്ക് പോന്നോളാന്ന്. ഒരു കാര്യം ചെയ്യ്, നീ ഫ്രഷ് ആയിട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കുണ്ട് കുറച്ച് കാര്യം പറയാൻ. താലി ഒന്നും തോർത്തിയില്ല, നീ അതേപടി ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്കാ. ഇവിടെ വാ, ഇവിടെ ഇരിക്കേ. ചേച്ചി, എനിക്കിനി അവിടെ വർക്ക് ചെയ്യണ്ട. എന്ത്? എനിക്കിനി അവിടെ വർക്ക് ചെയ്യണ്ട ചേച്ചി, എനിക്ക് അവിടെ പേടിയാ. നീ എന്തൊക്കെയാ മോളി പറയുന്നത്? നീ തെളിച്ചു പറ, എന്താ ഉണ്ടായേ? എനിക്കയാളെ പേടിയാ ചേച്ചി. അയാൾ എന്നെ നോക്കുന്നു, തൊടുന്നു, ഒന്നും എനിക്ക് ഇഷ്ടമാകുന്നില്ല. ആദ്യമൊക്കെ അയാൾ നോക്കുമ്പോൾ എനിക്ക് തോന്നിയതാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതങ്ങനെ അല്ല ചേച്ചി. അയാളുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയാ, അതെനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാനിനി അങ്ങോട്ട് പോയില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ചേച്ചി. പക്ഷേ എനിക്കറിയുന്ന ഇവാൻ
ഒരിക്കലും പെൺകുട്ടികളോട് ഇങ്ങനെയൊന്നും കാണിക്കുന്നവനല്ല. പക്ഷെ അയാൾ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു ചേച്ചി. എനിക്കിതൊന്നും ഇഷ്ടമല്ല. കരയണ്ട ജെയിൻ, നീ ഇനി അവിടേക്ക് പോകണ്ട. നിന്റെ മനസ്സ് പറയുന്നത് കേൾക്ക്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ നീ അത് ചെയ്യ്. അല്ല, നീയോട് പറഞ്ഞോ ഇത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അവൾ അറിയുന്ന ചിലപ്പോൾ അവളൊന്നും ആലോചിക്കാതെ പബ്ലിക്കായിട്ട് എന്നെ ഇതിട്ട് പ്രതികരിക്കും. അത് മാത്രമല്ല, എൻ്റെ കൂടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമാണ്. അതവൾ വേണ്ടെന്ന് വെച്ചാൽ അവൾ എൻ്റെ കൂടെ പോരും. അപ്പോൾ ഇത് അവളോട് പറയണ്ടേ? പറയും. ഷിപ്പയല്ല, ഞാൻ റിസൈൻ ചെയ്തിട്ട് അവളോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ല, ചേച്ചിക്ക് എന്തോന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ? എന്താ അത്? അത് ഞാൻ തിരിച്ചു പോവാ. എങ്ങോട്ട്? ഫ്രാൻസിലേക്ക്. അവിടേക്കോ? എന്താ ഇപ്പം പെട്ടെന്ന്? ഞാൻ പറഞ്ഞില്ലേ ഞാനെൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ടെന്ന്. ഇതായിരുന്നു കാര്യം. എൻ്റെ ടിക്കറ്റൊക്കെ അവൾ ഓക്കെ ആക്കി തന്നെ. എല്ലാം അവൾ ശരിയാക്കിയിട്ടുണ്ട്. ഇന്നേക്ക് 5-ാമത്തെ ദിവസം, അതായത് വരുന്ന ബുധനാഴ്ച ഞാൻ പോകും. ചേച്ചി എന്തേ? വേണ്ടെന്ന് പറഞ്ഞോ? പോവാതിരിക്കോ? എൻ്റെ ചേച്ചിയല്ലേ? കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേച്ചിയെ. എനിക്ക് ആരൊക്കെ ഉള്ളതുപോലെയാ. നീ എനിക്ക് എൻ്റെ അനിയത്തി തന്നെയാടി, എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാ. പോകണ്ടെന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല, പക്ഷെ പോയേ പറ്റൂ, അതുകൊണ്ടാ. പക്ഷെ ചേച്ചി, എൻ്റെ മോള് വിഷമിക്കണ്ട. ഞാൻ വേഗം വരും. ഇപ്പം പോയാലും പെട്ടെന്ന് തന്നെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. അല്ല, അപ്പോൾ ചേച്ചിയുടെ അമ്മയുടെ വീട്ടുകാരൊക്കെ കണ്ടെത്തിയോ? അത് ഞാൻ കണ്ടുപിടിച്ചല്ലോ. അവരോട് കൂടെ പറയട്ടാ ഞാൻ ഫ്രാൻസിലേക്ക് പോകുന്നേ. നീ വിഷമിക്കണ്ടടി, ഞാൻ പോയാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസാ. എനിക്ക് നിന്നെ എങ്ങോട്ട് ഒറ്റക്കിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ലടി. പ്രോമിസ്? എൻ്റെ അമ്മയാണെങ്കിൽ സത്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെയും മറ്റന്നാളും ഫ്രീയാ. നമുക്ക് മീനും കൂട്ടി ഒന്ന് അടിച്ചു പൊളിച്ചു വരാം. അവസാനമായിട്ട് ചേച്ചി പോകുന്നതിന് മുൻപ് പ്ലീസ്. ഓക്കെ, എല്ലാം നീ പറയുന്ന പോലെ. ഓക്കെ, നമുക്കെന്നാ പോവാം. ഒരു മിനിറ്റ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരാനുണ്ട്. ആര്? എനിക്കിവിടെ ആകെയുള്ള ഫ്രണ്ട് അവളാ. ഇതാ വരുന്നു. ഹലോ, ഞാൻ ലേറ്റ് ആയോ? ആയി. നീയും ലേറ്റ് ആയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? അതെങ്ങനെ അറിയാ? നിന്റെ തൊട്ട് ബാക്കിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നിന്നെ അറിയാത്തതുകൊണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ലെന്നുള്ളൂ. ഓ, എന്താ പേര്? ആൻ. ഞാൻ നിയ. ഹായ്, ഞാൻ ജെയിൻ. അല്ല, നിങ്ങൾ അമേരിക്കയിൽ വെച്ചുള്ള പരിചയമാണോ? അല്ല, ഞാൻ ഫ്രാൻസിലാ. അല്ല, ചേച്ചി ഫ്രാൻസിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെ? അതോ, ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയിരുന്നു. അവിടുന്ന് കണ്ട് പരിചയപ്പെട്ടതാ. അങ്ങനെ. എന്നാൽ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. കമ്മോ.
ശരിയടി, ഞാൻ പോവാണേ. അല്ല, ഇനി നമ്മളെപ്പോഴാ കാണുക? ഇനി നിന്റെ റുബാൻ ചേച്ചിനെ നീ എപ്പോഴാണോ കാണുന്നത് അവളുടെ കൂടെ ഞാനും ഉണ്ടാവും. അപ്പൊ ശരി, ഇനി രാത്രി യാത്രയില്ല. നീ ഞങ്ങളുടെ കൂടെ പോരുന്നോ? ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പറ്റില്ല. എൻ്റെ കസിൻ അവിടെ വീട്ടിലൊറ്റക്ക. അമ്മായും അമ്മാവനും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കാം. സോ അവളെ ഒറ്റക്കാക്കാൻ പറ്റില്ല. എന്നാ നീ പോയിക്കോ. ശരി എന്നാ ചേച്ചി ഫ്രണ്ട്സിലേക്ക് പോയിട്ട് വാ. പിന്നെ കാണാം. ഇനി ഒരു 2 ദിവസം കൂടി ഇല്ലേ? പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ ആ വീട്ടിൽ വരുന്നത്. നമുക്ക് 3 പേർക്കും കൂടെ ഒന്ന് കൂടാം. ഓ ആയിക്കോട്ടെ. ഇനി നീ നേരെ വൈകട്ടെ, നീ ചെല്ലാൻ നോക്ക്. നേരെ നോക്ക് നടക്ക് പെണ്ണേ, അല്ലെങ്കിൽ നീ ഭൂമിനെ വഴങ്ങേണ്ടി വരും. ഞാൻ നിങ്ങൾ ഒത്തിരി ഹാപ്പിയാ ചേച്ചി. അയ്യോ എന്തൊക്കെ? ഷടാ, എന്റെ ഫോണ് അതാ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മറന്നോടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ, പോയി എടുത്തിട്ട് വരാം. ആണോ? എന്നാ ഞാനും വരാം. വേണ്ട, നീ പോയി ഫ്രഷായി, ഞാനേ അപ്പോഴേക്കും എടുത്തിട്ട് വരാം. ഓക്കെ. Hello? I just forgot my phone here. Did you see it? Yeah, please wait a minute, ma'am. Is this yours? Oh yeah, thank you so much. You're welcome, ma'am. എന്റെ പൊന്നോ, ഇവിടെ നാട് വരെ നടന്നപ്പോഴൊക്കെ ഒരു വഴിയായി. അല്ല, പോയ കാര്യമല്ലേ? ഫോൺ കിട്ടിയോ? സാധനം കിട്ടി. ഞാനേ ഒന്ന് വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. അപ്പോ ജെയിനും റബാനും ഒരുമിച്ചാണോ? ഭർത്താവും ഒരു കോഫി എടുത്തരോ? ആണോ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടടി. അത് രാത്രി ഉറങ്ങാനിട്ടാടാ. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. എനിക്കിപ്പോ ഒരു കോഫി കിട്ടിയേ പറ്റൂ, അതല്ലാണ്ട് പറ്റത്തില്ല. ഓക്കെ, കോഫി എടുത്ത് തരുന്നതിന് 100 രൂപ. നിന്നോട് കോഫി മിഷനിൽ ചെന്ന് കോഫി ഉണ്ടാക്കാനല്ലോ പറഞ്ഞ, അല്ലാണ്ട് കോഫി മിഷൻ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. അത്രയ്ക്ക് വില നീ പോയി എടുത്തോ. അത് ഞാനിപ്പോ ഇവിടുന്ന് എഴുന്നേക്കണം, നടക്കണം, ലിഫ്റ്റിൽ കയറണം, താഴെത്തണം, കോഫി ഉണ്ടാക്കണം, കോഫി എടുക്കണം, തിരിച്ച് ലിഫ്റ്റ് കയറണം, നടക്കണം, ഇവിടേക്ക് വരണം, ഇരിക്കണം. ഓഹ്, വല്ലാത്തൊരു പണിയാണേ. ഇപ്പൊ ഉള്ളതൊക്കെ ഞാനും ചെയ്യണ്ടേ? എങ്കിൽ ശരി, 100 ഞാൻ വേണമെങ്കിൽ ഒരു 50 ഡയറി മിൽക്ക് കൂടെ വാങ്ങിത്തരാം, മതിയോ? ഓക്കെ, ഡീൽ. നിനക്കാണോ കോഫി? എനിക്കൊന്നും വേണ്ടടി. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാട്ടോ. ആർക്കാടി ഊളെ ഈ കോഫി ഉണ്ടാക്കുന്നത്? ഓണത്തിന് മറ്റന്നാടെ മാറി. ബാക്കി പോരട്ടെ. ബാക്കി ഞാൻ വിഴുങ്ങി. എന്തേ പൂർത്തിയാക്കുന്നില്ലേ? വേണ്ട സാർ, ഞാൻ പിന്നെ പൂർത്തിയാക്കാം. ഇപ്പൊ ഞാൻ പോട്ടെ. കടി അവിടെ. കൈ
കയ്യിൽ നല്ല ചൂട് കോഫിയാ. എന്റെ ദേഹത്ത് നിന്ന് തൊട്ടാലേ ഇത് ഞാൻ മുഖത്ത് കഴിക്കും. നോ 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 നോ, എന്റെ മോന്താ. സാറിന് എന്ത് വേണമെങ്കിലും എന്നെ പറയാം, പക്ഷെ എന്റെ ദേഹത്തെങ്ങാൻ തൊട്ടാ ആ മൂഞ്ചി ഞാൻ ഇഞ്ചി കടിച്ചതുപോലെ ആക്കും. സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നോ നോ, കുട്ടി പോയിക്കോളൂ. താങ്ക് യു സർ. എന്റെ കർത്താവേ, സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലം വെച്ച മുതലിനെയാണോ ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോയത്? ഇതിനെ ഒടിക്കാൻ ഞാൻ വല്ലാണ്ട് പണിയെടുക്കേണ്ടി വരും. നോക്കാം. ഇതാ നിന്റെ കോഫി. താങ്ക് യു സോ മച്ച്. അല്ല, ജെയിൻ എവിടെ? അവളോ ഇവാൻ സാറ് വിളിച്ചാലോ, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓ, I'm here. പേടിച്ചു പോയോ? ചുമ്മാ താരം നോക്കി തിരിക്കാതെ അങ്ങോട്ടിരിക്കേ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാ. സിറ്റ് ഡൗൺ. അത് കുഴപ്പമില്ല സർ, ഞാനിവിടെ നിന്നോളാം. ഓക്കെ, ആസ് യു വിഷ്. പിന്നെ ജെയിൻ എവിടെയാ താമസിക്കുന്നത്? സർ, ഞാൻ ജൂഹു ബീച്ചിന്റെ ആ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. വീട്ടില് ജെയിൻ അല്ലാതെ വേറെ ആരാ ഉള്ളത്? എൻ്റെ വീട്ടിൽ അങ്ങനെ ആരുമില്ല. ആരുമില്ലെന്ന് വെച്ചാ? ഞാനൊരു ഓർഫനാണ് സർ. ഈ കള്ളങ്ങളൊക്കെ പിടിക്കപ്പെട്ട ഞാൻ എന്താ ചെയ്യാന്ന് ജെയിൻ അറിയോ? അറിയോന്ന്? ഞാനതിനൊരു കള്ളം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നത് സമ്മതിക്കില്ല അവള്. സർ, എന്താ? എല്ലാ പ്രാവശ്യവും നിന്നെ നോക്കുമ്പോ എന്നെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട് ജെയിൻ. ഇത് എന്റെ മുന്നിൽ നിന്ന് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് ജെയിൻ. അതെന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയേ ഉള്ളൂ. ജെയിൻ, I can't take this anymore. Let me kiss you. Please, Jane. Just once. No. Only once. No, sir. Please. I want this. I'm sorry, Jane. No. Jane. എൻ്റെ അടുത്ത്